ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യത്തെ പാഠമാണ് കേട്ടോ. എൻ്റെ കേരളം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതൊരു മനോഹരമായ കവിതയാണ്. കവിതയോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടന്നാലോ. ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ കേരളം നോക്കിക്കേ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത ടീച്ചറിൻ്റെ മക്കൾക്കൊക്കെ നല്ലതുപോലെ പഠിക്കാനും പാടാനും അറിയാമല്ലോ. ഞാൻ ഈ കവിതയൊന്ന് വായിച്ചു തരുന്നുണ്ട്, നോക്കിക്കേ. പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയും മാമണിമേടും വെള്ളിയരഞ്ഞാണുപോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. ഗോപാലകൃഷ്ണൻ കോലഴി എന്ന കവിയാണ് കേട്ടോ ഈ കവിത എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയും മാമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. ഇനി നമുക്ക് ഇതിലെ ഓരോരോ പ്രവർത്തനങ്ങളായി ചെയ്ത് നോക്കിയാലോ. നോക്കിക്കേ, ആദ്യം തന്നിട്ടുള്ള പ്രവർത്തനം എന്താണ്? നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? എൻ്റെ നാട് എന്നുള്ളൊരു പദസൂര്യനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പദങ്ങൾ ചേർന്ന് വരുന്ന സൂര്യനാണ് കേട്ടോ പദസൂര്യൻ. അതിൽ 2 അവിടെ തന്നിട്ടുണ്ട്, തോട്, പുഴ. ബാക്കി എന്തൊക്കെ നമുക്ക് കവിതയിൽ തന്നിട്ടുണ്ട്? കാട്, ചോല, കടൽ, കായൽ, മല, വയൽ, മരം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കവിതയിൽ തന്നിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കൂ. വരച്ച് യോജിപ്പിക്കൂ. പാടും പീലി നിവർത്തിയാടുന്ന മോടികൂടും തുള്ളിക്കളിക്കുന്ന. ഏതിലേക്കൊക്കെയാണ് യോജിപ്പിക്കേണ്ടത്? മലരണിക്കാട്, കടൽ, പുഴകൾ, തെങ്ങിൻതോപ്പ്. നമുക്ക് ആ കവിത ഒന്നുകൂടെ ഇവിടെ വായിച്ചു നോക്കാം. അതിനനുസരിച്ച് കൃത്യമായിട്ട് വരച്ച് യോജിപ്പിക്കാം. പാടും പുഴകളും തോടും. അപ്പോൾ പാടും എന്നുള്ളത് ഏതിലേക്കാണ് പോകുന്നത്? പുഴകളിലേക്കാണല്ലേ. പുഴകളാണ് പാടുന്നത്. ഇനി മോടികൂടും മലരണിക്കാടും. അപ്പോൾ മലരണിക്കാടിലേക്ക് ഏതാ പോകുന്നത്? മോടികൂടുന്ന മലരണിക്കാടുകളാണ്. നീളെ കളകളം പാടും കാട്ടുചോലയും ആമണിമേടും വെള്ളിയരഞ്ഞാണ് പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. അപ്പോൾ തുള്ളിക്കളിക്കുന്നത് എന്താണ്? കടലാണല്ലേ. തുള്ളിക്കളിക്കും കടലും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുള്ളിക്കളിക്കുന്ന കടലാണ്, കടലിലേക്ക് വരച്ചു കൊടുക്കുക. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും. അപ്പോൾ പീലി നിവർത്തി നിന്നാടുന്നത് എന്താണ്? തെങ്ങിൻ തോപ്പുകളാണല്ലേ. മരതകത്തോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. അപ്പോൾ തെങ്ങിൻ തോപ്പുകളാണെന്ത്? പീലി നിവർത്തി ആടുന്നത്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് വരച്ച് യോജിപ്പിക്കേണ്ടതെന്ന്? പാടും പുഴകൾ, പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്, മോടികൂടും മലരണിക്കാട്, തുള്ളിക്കളിക്കുന്ന കടൽ. അടുത്ത പ്രവർത്തനം നോക്കൂ. നിറം നൽകാം. നോക്കിക്കേ, നമുക്കിവിടെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിന് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു നിറം കൊടുത്ത് നോക്കിയാലോ. അപ്പം മക്കൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് സ്കെച്ച് പെന്നും അതുപോലെ തന്നെ മെഴുക് കളറൊക്കെ എടുത്തിട്ട് വന്നേ നമുക്ക് പെട്ടെന്ന് നല്ലൊരു നിറം കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, ഞാനിതിന് ഇങ്ങനെയാണ് നിറം കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം ഇതിലും മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നിറം കൊടുക്കാൻ അറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ നിറം കൊടുത്ത ഈ ചിത്രം നിങ്ങളുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ഇനി ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കവിതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്? ആ കവിത നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. നോക്കിക്കേ, കവിത ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളാണല്ലേ നമുക്കിവിടെ തന്നിട്ടുള്ളത്. പാടും പുഴകളും തോടും. അതാണ് എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്.
ഇനി മോടി കൂടും മലരണിക്കാടും എന്ന് വെച്ചാൽ എന്താ? മോടി എന്ന് വെച്ചാൽ ഭംഗി, ചന്തം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട് എന്ന് എഴുതി. ഇനി നീളെ കളകളം പാടും കാട്ടുചോലയും ആമണിമേടും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? കളകളം പാടിയൊഴുകുന്ന ചോലകളും മേടുകളും ഉണ്ട്. അടുത്തത് നോക്കൂ. വെള്ളിയരഞ്ഞാണ് പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. നീണ്ടു നിവർന്ന് കിടക്കുന്ന കടലുകളുണ്ട് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ എഴുതാം. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. മനോഹരമായ കായലുകളും മലകളും വയലുകളും ഉണ്ട്. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതക തോപ്പും. ധാരാളം തെങ്ങിൻ തോപ്പുകളുണ്ട് എൻ്റെ നാട്ടിൽ. നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്രയധികം സുന്ദരമാണ് എന്നാണല്ലേ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കവിതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടെത്തി എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഈ ചിത്രം സൂക്ഷിച്ച് നോക്കൂ. ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്? നേരത്തെ നമ്മൾ വയലുകളും തോടുകളും കാടുകളും പുഴകളും ഒക്കെയുള്ള മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ ചിത്രമായിരുന്നു അല്ലേ കണ്ടിരുന്നത്? എന്നാൽ ഈ ചിത്രത്തിലോ? ഇവിടെ വലിയ വലിയ റോഡുകളുണ്ട്. അതുപോലെ തൊട്ടു പുറകെ നോക്കൂ, റെയിൽ പാതകളല്ലേ, ഒരു ട്രെയിന് പോകുന്നുണ്ട്. അപ്പോൾ റെയിൽ പാതകളുണ്ട്. പിന്നെ വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്. ഇനി നോക്കൂ, വലിയൊരു പാലം കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിന് താഴെയൂടെ ചെറിയ രീതിയിലൊരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഇതൊരു ഗ്രാമത്തിൻ്റെ ചിത്രമല്ല, മറിച്ച് ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് അല്ലേ? ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എങ്കിലും നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് ഗ്രാമമാണോ അതോ നഗരമാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം ഗ്രാമമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വന്ന് പറഞ്ഞേ. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിനുണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ബാഗുമെടുത്ത് 6ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്കു കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ട് രസിച്ചു. കാർ നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദൻ ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുകൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? അപ്പം നമ്മൾ ഇത് വായിച്ചല്ലോ. ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മക്കളെ? നാട്ടിൻപുറത്തെ കാര്യങ്ങളും നഗരത്തിലെ കാഴ്ചകളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യം പറഞ്ഞത് നഗരത്തിലെ കാഴ്ചകളാണ്. നഗരത്തിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? തിരക്ക് കൂടിയ റോഡുകൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ഒത്തിരി ശബ്ദത്തോടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, അങ്ങനെയൊക്കെയാണല്ലേ. നാട്ടിൻപുറത്തെ കാഴ്ചകൾ പറഞ്ഞതോ? നിറയെ പച്ചപ്പ്, കളകളമൊഴുകുന്ന തോട്, ദൂരെ ഉയർന്ന മലനിരകൾ, പാടങ്ങൾ, വയലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാട്ടിൻപുറത്തുള്ളത് പറഞ്ഞത്. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. പറയാം, എഴുതാം. ചോദ്യം 1. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? എന്തൊക്കെയായിരുന്നു മക്കളെ? വീതിയേറിയ റോഡുകൾ, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ, ഒത്തിരി കാൽനടക്കാരും യാത്രക്കാരും, തോണിയിലിരുന്ന് പുഴയിലെ മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാർ, റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടി. ഇത്രയും കാഴ്ചകളാണ് അവർ നഗരത്തിൽ കണ്ടത്, പട്ടണത്തിൽ കണ്ടത് അല്ലേ? ചോദ്യം 2. നാട്ടിൻപുറത്ത് അവർ എന്തൊക്കെ കണ്ടു? തിരക്ക് കുറഞ്ഞ റോഡ്, ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് അവർ ഗ്രാമത്തിൽ അഥവാ നാട്ടിൻപുറത്ത് കണ്ടത്. അടുത്ത പ്രവർത്തനം നോക്കൂ. പറയാം.
പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? ഒരിക്കലുമല്ല, അല്ലേ? പട്ടണത്തിൽ തിരക്കേറിയ റോഡുകളും ധാരാളം വാഹനങ്ങളും തീവണ്ടികളും ഒക്കെയായി ആകെ ബഹളമയമാണ്. എന്നാൽ നാട്ടിൻപുറത്താകട്ടെ സ്വസ്ഥമായ അന്തരീക്ഷമാണ് കാണാനാവുന്നത്. നിറയെ പച്ചവിരിച്ച പാടങ്ങളും മലകളും മരങ്ങളും നമുക്ക് നാട്ടിൻപുറത്ത് കാണാം. കൂടാതെ പുഴകളും തോടുകളും തിരക്കു കുറഞ്ഞ റോഡുകളും നാട്ടിൻപുറത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽപ്പെട്ടതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. എഴുതാം. പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. വീതിയേറിയ റോഡ്, കൂറ്റൻ കെട്ടിടങ്ങൾ. അതുപോലെ പുഴയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മുറ്റത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? തോടിനെ കുറിച്ച് എന്താണ്? മലനിരകളെ കുറിച്ച് എന്താണ്? പാടങ്ങളെ കുറിച്ച് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ആദ്യം പുഴയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നിറഞ്ഞൊഴുകുന്ന പുഴ എന്നാണല്ലേ പറഞ്ഞത്. മുറ്റത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വിശാലമായ മുറ്റം. തോടിനെ കുറിച്ച് പറഞ്ഞത് കളകളമൊഴുകുന്ന തോട്. മലനിരകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. ഇനി പാടങ്ങൾ എങ്ങനെയാണ് മക്കളെ? പച്ച വിരിച്ച പാടങ്ങൾ. അടുത്ത പ്രവർത്തനം നോക്കൂ. വാക്യം മാറ്റി എഴുതാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. ഇനി ചോദ്യം എന്താണ്? അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതൂ. നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന വാക്യം എന്താണ്? മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു എന്നെഴുതാം. രണ്ടാമത് നോക്കൂ. തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നിരനിരയായി വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കിക്കേ. പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രയ്ക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. 4 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നടന്ന സംഭവം എന്താണ്, രണ്ടാമത് നടന്നത് എന്താണ്, മൂന്നാമത് നടന്നത് എന്താണ്, നാലാമത് നടന്നത് എന്താണ് എന്നിങ്ങനെ ക്രമമായി എഴുതണം. ആദ്യം അവർ നഗരത്തിരക്കിലൂടെ കാർ നീങ്ങിയതാണോ നടന്നത്? അല്ല അല്ലേ? ആദ്യം അവരെന്ത് ചെയ്തു? യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി അല്ലേ? അപ്പം ആദ്യം വരുന്നത് യാത്രയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ്. അപ്പം ആദ്യം യാത്രയ്ക്ക് തയ്യാറായി എന്നെഴുതാം. ഇനിയോ? പിന്നീട് അവർ നഗരത്തിരക്കിലൂടെ കാറുമായിട്ട് മുന്നോട്ട് നീങ്ങി അല്ലേ? അപ്പം നമുക്ക് രണ്ടാമതായി വരുന്നത് ഏതാണ്? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി എന്നാണ് അല്ലേ? അങ്ങനെ അവർ നഗരത്തിലെ കാഴ്ചകൾ കണ്ടു. ശേഷം ഗ്രാമത്തിലേക്ക് കടന്നു. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. അപ്പം മൂന്നാമത് വരുന്നത് ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു എന്നുള്ളതാണ്. പിന്നീട് അവർ മുത്തശ്ശിയുടെ കണ്ണ് പോയി പൊത്തി. മുത്തശ്ശിക്ക് സന്തോഷമായി പേരമക്കൾ വന്നപ്പോൾ അല്ലേ? അപ്പം അവസാനം വരുന്നത് മുത്തശ്ശിക്ക് സന്തോഷമായി എന്ന വാക്യമാണ്. ഇങ്ങനെയാണ് നമ്മളിതിനെ ക്രമപ്പെടുത്തി എഴുതുന്നത്. എങ്ങനെയൊക്കെയാണ്? യാത്രയ്ക്ക് തയ്യാറായി, നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി, ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു, മുത്തശ്ശിക്ക് സന്തോഷമായി. അപ്പോൾ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചെയ്തു നോക്കിയത് അല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ നല്ലതുപോലെ വ്യക്തമായി കണ്ടു നോക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അതറിയിക്കാനും മറക്കരുതേ. ഇതിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്